പോകുന്നേ പോകുന്നേനോ ഞാൻ പോകുന്നേ, പേരാറ്റിൻ പെരുമണലേലോ ഞാൻ പോകുന്നേ. പോകുന്നേ പോകുന്നേനോ ഞാൻ പോകുന്നേ, പേരാറ്റിൻ പെരുമണലേലോ ഞാൻ പോകുന്നേ. 2012 അടൂർ ലെൻസ് ബുക്സ് പ്രസിദ്ധീകരിച്ച ദേശത്തൊടി പത്തനംതിട്ട കവിതകൾ എന്ന പുസ്തകത്തിൽ നിന്നും ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ദേശത്തൊടി. പത്തനംതിട്ടയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയ അധ്യായങ്ങളാണ് ദേശത്തൊടിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്. ജനകീയ പ്രശ്നങ്ങളോട് ശക്തമായ നിലപാടെടുത്ത ഒരു പ്രതികരണ വേദിയാണ് ദേശത്തൊടി. കാലത്തിൻ്റെ നേരെ പിടിച്ച പുതിയ കണ്ണാടിച്ചില്ലാണ് ദേശത്തൊടി. പുതിയ കാഴ്ചകൾ കാണാൻ, പുതിയ അനുഭവങ്ങൾ അനുഭവവേദ്യമാക്കാൻ. കഥയും കവിതയും നാട്ടുപാട്ടുകളുമായി ഞങ്ങൾ ഏറെ സർഗയാത്ര നടത്തി. ഇനിയും ഞങ്ങളുടെ യാനം തുടരും, ഏറെ മുന്നോട്ട്. ഒടുവിൽ നമ്മൾ ഓർമ്മകളുടെ തോറ്റംപാട്ടുകാരായി മാറിയിരിക്കുന്നു. പൂർവ്വസൂരികൾ നടന്നു തീർത്ത വഴികളിലൂടെ ഓർമ്മകളുടെ ബലിക്കലിൽ തലചായ്ച്ച് നമ്മൾ ഉറങ്ങുകയാണ്. കാലം കത്തിച്ചു വെച്ച ഒരു കൽവിളക്കായി നമ്മുടെ മുമ്പിലിതാ പുരാവൃത്തത്തിൻ്റെ ഒരു ഏട് തുറന്നു വെച്ചിരിക്കുന്നു. പൊന്നോണം, ഓണസ്മൃതികൾ, ഓണത്തിൻ്റെ തുടിതാണ്. ആയിരം കാതം പടപടക്കുന്നു വരവതുണ്ടന്റെ മാവേലി. ആയിരം കാതം പടപടക്കുന്നു വരവതുണ്ടന്റെ മാവേലി. മനുഷ്യരുടെ വാഴ്ച കാണാൻ വരവതുണ്ടന്റെ മാവേലി. അറവാതിർക്കൽ പറകൾ മറിഞ്ഞു നിറഞ്ഞ നിലാവത്ത് ഓർമ്മകൾ ഇന്നും ഉറങ്ങിക്കോട്ടെ. ഞാൻ ഈ വഴിയിൽ ഒരിത്തിരി നേരം ഇരുന്ന് ഈ കണ്ണു തിരുമ്മിക്കോട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കവി കടമ്മനിട്ടയുടെ കവിതയാണിത്. ഓർമ്മയാണ്, ദീപ്തമായ സ്മരണയാണ് നമ്മുടെ ഈ പുരാവൃത്തത്തിൻ്റെ ചെപ്പ് എല്ലാ കാലത്തും നിറയ്ക്കുന്നത്. എനിക്ക് എൻ്റെ ഓണമെന്ന് പറയുമ്പോൾ രുചിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം. ഒരു നറുനിലാവ് പോലെ ഉദിച്ചു നിൽക്കുന്ന അമ്മ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ദീപസ്തംഭമാണത്. എൻ്റെ അമ്മയുണ്ടാക്കുന്ന അവിയലിൻ്റെ ഓർമ്മകളായിരുന്നു എല്ലാ കാലത്തും എൻ്റെ ഓണത്തെ ഒലിപ്പിച്ചത്. അനാർഭാടമായ ഒരവിയൽ, വലിയ വിഭവങ്ങളൊന്നുമില്ല, പക്ഷെ അതിലെല്ലാം ഉണ്ടായിരുന്നു. ആ രുചി നഷ്ടമായതിൻ്റെ ഒരു വലിയ വിങ്ങലിലാണ് ഞാൻ. കടമ്മനിട്ട കവിത ചൊല്ലാനെ കൊണ്ട് വരുന്ന നാട്ടിടവഴികളിലൂടെ, ചാരായം മണക്കുന്ന വഴികളിലൂടെ, വേരുകൾ പിണഞ്ഞു കിടക്കുന്ന വഴികളിലൂടെ കടമ്മനിട്ട ഉത്സാഹ കമ്മിറ്റിയോടൊപ്പം വന്ന് മൈക്കിൻ്റെ മുമ്പിലോട്ട് നിന്ന് കവിത ചൊല്ലുകയാണ്. 99 വരിയുണ്ട് കടമ്മനിട്ടയുടെ കുറത്തി എന്ന് പറയുന്ന കവിത അച്ചടിച്ച് വരുമ്പോൾ. 99 വരി. അതിൽ ഒരൊറ്റ വരി പോലും ബോധത്തിലും അബോധത്തിലും നഷ്ടപ്പെടുത്താതെ കടമ്മനിട്ട കവിത ചൊല്ലുമ്പോൾ വള്ളിക്കോട്ടൊരു പുരുഷാരം മുഴുവൻ ആഘോഷത്തിലായിരുന്നു. ഞാൻ മലപ്പുറത്ത് കോട്ടയ്ക്കൽ താമസിക്കുന്ന കാലത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്കൂളിൽ KPSCയുടെ നാടകം അവതരിപ്പിക്കുക. അപ്പം KPSCയുടെ വണ്ടി എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ ഈ വണ്ടിയുടെ ചുറ്റിങ്ങനെ നടക്കുക. എനിക്ക് ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സാധനങ്ങൾ ഇറക്കാനൊക്കെ ഞാൻ നാടകക്കാരെ സഹായിച്ചു. ആ നാടകം തുടങ്ങിയിട്ടും നാടകം കാണാതെ ഞാൻ വണ്ടിയും കണ്ടുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ആ വീട്ടിനകത്ത് ഇരുന്ന് വണ്ടിയും കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ആ വണ്ടി കയറാൻ വല്ലാത്ത യാത്ര. ആ നാടകവണ്ടി തൊട്ടീനാണ് നിങ്ങളുടെ മനസ്സിൽ. പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2008 KPSCയുടെ ഒരു നാടകത്തിൽ, അമച്വർ നാടകത്തിൽ, KPSC ഉണ്ടാക്കിയ ആദ്യത്തെ അമച്വർ നാടകത്തിൽ ഇതിലൊരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കായംകുളം KPSCയിൽ നിന്ന് ആ വണ്ടി കയറി ഇരുന്നപ്പോൾ ഞാൻ ആ രംഗമാണ്. ആ യാത്ര ഉണ്ടല്ലോ, ആ KPSCയുടെ ആ ഒരു വാനുണ്ടല്ലോ, പ്രത്യേക വാനാണ്, വേറെ ഒരു നാടക സമിതിക്കെങ്കിലും ഇല്ലാത്തൊരു വാനാണ്. ആ വാനിൽ കയറി കൊടുങ്ങല്ലൂർക്ക് വരെയുള്ള യാത്ര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവം. അന്ന് ആ വണ്ടിക്ക് ചുറ്റും കൂടിയതിൻ്റെ ഒരു അനുഭവം. കാലം മാറിയതിൻ്റെ ഒരു വ്യത്യാസം. അതിപ്പോൾ ഓണമായാലും എന്താഘോഷങ്ങളായാലും കാലം മാറിയതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ നമ്മൾ അന്നൊരു നാടകവണ്ടി കണ്ട്
അല്ലെങ്കിൽ നാടകത്തിലെ അഭിനേതാക്കളെ കണ്ട് ഒരു നാരങ്ങ കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു പൂച്ചെടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഉത്സവപ്പറമ്പിൽ നിന്ന് ഒരു ബലൂൺ മേടിച്ചായിരിക്കും. അത് നമ്മുടെ ഒരു അംഗീകാരമാണ്. ഈയിടെ ഈ നമ്മുടെ നിരൂപകൻ MK ഹരികുമാർ എഴുതിയൊരു സംഭവം ഉണ്ടായിരുന്നു. അവരുടെ നാട്ടിൽ ഒരു ഉത്സവ സ്ഥലത്ത് ഒരു നാടകം നടന്നു. ആ നാടകം നടന്നിട്ട് ഇവർ തിരിച്ചു പോകുന്ന വഴിയാണ് ഈ വണ്ടി ഒരു എന്തോ ഒരു പുതച്ചില്ലോ മറ്റോ പുതഞ്ഞു പോയി. ഇത് തെള്ളിക്കയറ്റിയാലേ ഒക്കത്തുള്ളൂ. അപ്പം തെള്ളിക്കയറ്റാനെ കൊണ്ട് അവർക്കൊക്കുന്നില്ല. അപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടി തെള്ളിക്കയറ്റിയ ശേഷം അവർക്ക് ഇതിൻ്റെ കൂലി വേണം. ആ കൂലിയെ ചൊല്ലിയാണ് ചിലവാണ്. ഒടുവിൽ ആ കൂലി ഇവർക്ക് ഈ അഭിനേതാക്കൾക്ക് അഭിനയിച്ചതിന് കിട്ടിയതിൻ്റെ തുകയേക്കാളിൽ ഇരട്ടിയായിരുന്നു. ആ കൂലി കൊടുത്താണ് അവിടുന്ന് അവർ ആ നാടകം കൊണ്ടുപോയത്. കാലം മാറിക്കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു വ്യത്യാസമാണ്. നമുക്ക് കല വേണ്ട, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു നാട്ടിൽ നിന്നൊരു അമ്മ മകനെ കൊണ്ട് നാരങ്ങ അതൊരു വലിയൊരു കാലമാണ്. കാലത്തിന്റെ വലിയ ഒരു എന്നെ സ്വാധീനിച്ച KPS ലളിതയല്ല, അത് സിനിമയിൽ വലിയൊരു ഗോപുരമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ കാലത്തിന് മുമ്പ് അവര് നാടകം വിട്ട് നമ്മുടെ തലമുറയുടെ ഒരു വലിയൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഇല്ലായ്മയും സമൃദ്ധി അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നു. ഇല്ലായ്മയുടെ ഒരു കാലഘട്ടത്തിന്റെ അതും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, സമൃദ്ധിയുടെ ഒരു കാലഘട്ടവും അനുഭവിക്കാൻ കഴിഞ്ഞു. ഇനി വരുന്ന ആളുകൾക്കൊന്നും ഇതില്ല. ഈയിടെ ഇവിടെ നമ്മുടെ വളർച്ചയോടൊപ്പം സഞ്ചരിച്ചവരാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ വായിച്ചിട്ട് ഈയിടെ ഒരാള് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ തട്ടിപ്പാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ടോ? പയ്യൻ ചോദിച്ചാൽ ഫേസ്ബുക്കിലെ റീഡേഴ്സ് സർക്കിൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ചോദിച്ചാണ് ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. ഇതൊക്കെ അയാൾ മഹാകള്ളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആ കാലം അനുഭവിച്ച് നമുക്കേ അറിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഈ രണ്ട് കാലഘട്ടത്തിന്റെ മധ്യത്തിൽ വളർന്നുകൊണ്ട് കവളം പടലം വെച്ച് ബാറ്റിന് മുമ്പ് നമ്മള് കളത്തട്ട് കളിക്കുന്നു. നമ്മൾ ഡിജിറ്റലായ ഓണവും കണ്ടിട്ടുണ്ട്, ഡിജിറ്റൽ അല്ലാത്ത സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ആ പഴയ തലമുറയുടെ കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കാനും ആ കാൽപ്പനികതയിൽ അഭിരമിക്കാനും പുതിയ കാലത്തിനോടൊപ്പം നിൽക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഓണക്കളികൾ എന്തുവാന്നുള്ളത് നമുക്കറിയാമല്ലോ. ഓണക്കളികൾ പണ്ടത്തെ ഈ അശോകച്ചലെ പെണ്ണുണ്ടോ എനിക്ക് മണിലാലിന്റെ ഒരു കഥയ്ക്കകത്ത് വളരെ കാൽപ്പനികമായിട്ട് നിങ്ങളുടെ അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളുടെ അത്ര സ്മരണ എന്തായിരുന്നു? എന്നുവെച്ചാൽ ഈ പശുവും പുല്ലും കളിയും അതുപോലുള്ള സംഭവങ്ങളാണ്. നമുക്കിന്നത് കാണിച്ചെടുക്കാൻ പറ്റത്തു പോലുമില്ല. എനിക്ക് ഓണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. കാരണം ഒരു തിരുവോണ നാളിൽ ഞാൻ ഐലൻഡ് എക്സ്പ്രസ്സിൽ കുടുങ്ങിപ്പോയി. ഐലൻഡ് എക്സ്പ്രസ്സിൽ കാരണം തലേദിവസം വളരെ നാടകീയമായി തോന്നും. തലേദിവസം എൻ്റെ പോക്കറ്റ് കൊള്ളയടിക്കപ്പെട്ടു, പേഴ്സ് കൊള്ളയടിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ഐലൻഡ് എക്സ്പ്രസ്സിൽ നാട്ടിലോട്ട് വരുവാണ്. തിരുവോണത്തിന് രാവിലെ 12 മണിക്കെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് എത്തിപ്പെടുക. പക്ഷേ ഐലൻഡ് എക്സ്പ്രസ് പാലക്കാട് തൊട്ട് ഇങ്ങോട്ട് ബ്ലോക്കായി. കാല് കുത്താൻ അല്ലാതെ രണ്ടാമത്തെ ഒരു കാല് കുത്താൻ സ്ഥലമില്ല. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ബാഗിലെ വെള്ളമൊന്നും എടുത്ത് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഒരു തിരുവോണ നാളിൽ സംഭവിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ഓണവും ഭയങ്കര രുചിയാണ്. കാരണം അന്നത്തെ ദിവസത്തെ ഓണം ഞാൻ മറക്കാത്തതുകൊണ്ട്. കാരണം അക്ഷരാർത്ഥത്തിൽ പട്ടിണി ഇരുന്ന ഒരു തിരുവോണ നാൾ. ഒന്നാം ശ്രീ മഹാഭഗവതിയേ നിന്നുടെ മുടിക്കുത്തിൽ മുല്ലപ്പൂ മണക്കുന്നു. എനിക്കാരും തന്നതുമല്ല, ഞാനൊട്ടെടുത്തതുമല്ല. മുല്ലയുടെ ചോട്ടിക്കൂടി എഴുന്നള്ളും നേരത്ത് മുല്ലപ്പൂ അടർന്നെന്റെ മുടിക്കുത്തിൽ വീണല്ലോ. ഒന്നാം ശ്രീ മഹാഭഗവതിയേ നിന്നുടെ മുടിക്കുത്തിൽ മുല്ലപ്പൂ മണക്കുന്നു. എനിക്കാരും തന്നതുമല്ല, ഞാനൊട്ടെടുത്തതുമല്ല. മുല്ലയുടെ ചോട്ടിക്കൂടി എഴുന്നള്ളും നേരത്ത് മുല്ലപ്പൂ അടർന്നെന്റെ മുടിക്കുത്തിൽ വീണല്ലോ. കാത്തിരിക്കും നേരം നിന്നെ ഓർത്തു പാടുന്നു, പിന്നെ പൂത്തമാനം നോക്കി ഞാനൻ കനവു നെയ്യുന്നു. പാട്ടിലെഴുമീണവുമായി നീ വരികില്ലേ, എന്റെ കൂട്ടിലൊരു കുളിരായി നീ നിറയില്ലേ. കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ, കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ. പപ്പടം വേണം, പായസം വേണം, തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ. കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ. പപ്പടം വേണം, പായസം വേണം, തിരുവോണത്തിന് കുഞ്ഞാഞ്ഞേ. കരിയിലെ പക്ഷി കുരുവി കൊത്തല്ലേ നിന്റെ അമ്മ വരുമ്പോ പറയും ഞാൻ.
കരിയിലെ പക്ഷി കുരുവി കൊത്തല്ലേ നിന്നമ്മ വരുമ്പോ പറയും ഞാൻ പാട്ട് പാടി കുടമൂടി ഊതി തുടി തൊട്ടി മുക്കുറ്റി പൂവേ പൂത്തിരുളേ നാളേക്കൊരു വട്ടി പൂതരണേ മുക്കുറ്റി പൂവേ പൂത്തിരുളേ നാളേക്കൊരു വട്ടി പൂതരണേ ആക്കില്ല ഈക്കില്ല രങ്കോടി പൂക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പൂതരണു ആക്കില്ല ഈക്കില്ല രങ്കോടി പൂക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പൂതരണു കർപ്പട്ടെ പൂവേ പൂത്തിരുളേ നാളേക്കൊരു വട്ടി പൂതരണേ പോകുന്നേ പോകുന്നേനോ ഞാൻ പോകുന്നേ പേരാറ്റിൻ പെരുമണലേലോ ഞാൻ പോകുന്നേ പോകുന്നേനോ ഞാൻ പോകുന്നേ പേരാറ്റിൻ പെരുമണലേലോ ഞാൻ പോകുന്നേ ഇട്ടുകളഞ്ഞ് ഉള്ളിലുണ്ടൊരു ഖേദമേ പോകുന്നേനോ